രാത്രി 9:30 കായംകുളം പുല്ലുകുളങ്ങരയിൽ അഭിഭാഷകനായ മകൻ നവജിത്ത് അച്ഛനെയും അമ്മയെയും ആക്രമിച്ചത്. വെട്ടുകത്തികൊണ്ട് നടത്തിയ ആക്രമണത്തിൽ പിതാവ് 60-കാരൻ നടരാജൻ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ അമ്മ 56-കാരിയായ സിന്ധു മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം വെട്ടുകത്തിയുമായി പ്രദേശത്ത് ഭീതിയുണ്ടാക്കിയ മകൻ നവജിത്തിനെ പോലീസ് ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളെന്നാണ് സൂചന. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തോ ഇങ്ങനൊരു സംഭവം നടന്ന വീടാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോഴാണ് അവിടെ ആൾക്കാർ കൂടി ഇന്നുകൊണ്ട് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വന്നെങ്കിൽ തന്നെയും ഡോറ് തുറക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചു. ഡോറ് തുറക്കെന്ന് പറയുന്ന 2 ഡെമ്മി അവിടെ കിടപ്പുണ്ട്, 2 ഡെമ്മി അവിടെ കിടപ്പുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ തെക്കുവടക്ക് നടക്കുന്ന അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോലീസ് വന്ന് ഡോറ് തല്ലി പൊട്ടിച്ചാണ് അകത്ത് കയറി. ആ സമയത്ത് അവൻ സ്റ്റെയർ കേസുകളുടെ മേളിൽ പോകുന്നത്. ഈ ഇറക്കിക്കൊണ്ട് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ബോഡി ഈ വ്യക്തികളുടെ ആ ശരീരം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലഡിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് കൊണ്ടുപോയത് ആ ഹോസ്പിറ്റലില്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ കൈയും കണ്ണും എല്ലാം ഒരു കണ്ണൊക്കെ പോയിരിക്കുമായിരുന്നു. അത്രയ്ക്ക് വികൃതമായ രീതിയിലാണ് ഈ പയ്യൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ചെയ്തെന്നുള്ള ഒരു കാര്യം ആർക്കും അറിയില്ല. കൊലപാതക ദിവസവും വീട്ടിൽ വഴക്കുണ്ടാവുകയും ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയുമായിരുന്നു. ഈ സമയം മാതാപിതാക്കളെ വെട്ടി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നവജിത്തിനെയാണ് നാട്ടുകാർ കാണുന്നത്. പിന്നാലെയാണ് പോലീസിനെ വിവരമറിയിച്ചത്. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.